ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. ചവറ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അനുസ്മരണം നടത്തി. ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രതിസന്ധികളിൽപ്പെട്ടവരോട് കാരുണ്യം കാണിച്ചു. പ്രത്യേകിച്ച് അഭയാർത്ഥികളോടും യുദ്ധത്തിലൂടെ ഒറ്റപ്പെട്ടവരോട്, ട്രാൻസ്ജെൻഡേഴ്സിനോട്, സ്ത്രീകളോട് ഒക്കെ ഐക്യം പ്രകടിപ്പിച്ച മഹാപുരുഷനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് ആലുവ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ധർമ്മ ചൈതന്യ പറഞ്ഞു. ചാവറ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. അവിടെ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനായിട്ടാണ് വത്തിക്കാനിൽ പോകാനായിട്ട് ഇടവന്നത്. ഏതായാലും ആ യാത്ര തികച്ചും അവിസ്മരണീയമായിരുന്നു. ശ്രീനാരായണ ഗുരു ഉയർത്തിപ്പിടിച്ചിരുന്ന എല്ലാ മതങ്ങളെയും തുല്യരായി കാണുന്ന മതസമന്വയത്തിൻ്റെതും മതസാഹോദര്യത്തിൻ്റെതുമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഒരുപക്ഷെ മാർപ്പാപ്പ ഗുരുവിനെ കുറിച്ച് കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഉണ്ടാകുകയില്ല, എനിക്കറിയില്ല അതേ സംബന്ധിച്ച്. പക്ഷേ ഏതാണ്ട് അതേ സമീപനം തന്നെയായിരുന്നു, അതേ കാഴ്ചപ്പാട് തന്നെയായിരുന്നു പരിശുദ്ധ മാർപ്പാപ്പ വെച്ച് പുലർത്തിക്കൊണ്ട്. ഇതര മതങ്ങളിൽപ്പെട്ടവരോട് സൗഹാർദ്ദത്തോടും കാരുണ്യത്തോടും കൂടി ഇടപഴകാൻ മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞു. സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടവരോട് പക്ഷം ചേർന്നുവെന്നും സ്വാമി അഭിപ്രായപ്പെട്ടു. CMI വിദ്യാഭ്യാസ മാധ്യമ വിഭാഗം ജനറൽ കൗൺസിലർ ഫാദർ ഡോക്ടർ മാർട്ടിൻ ഉള്ളാത്ത് അധ്യക്ഷത വഹിച്ചു. കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് PK ഷംസുദ്ദീൻ, എറണാകുളം പബ്ലിക് ലൈബ്രറി സെക്രട്ടറി K അജിത് കുമാർ, ചാവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പ്, CMI എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ആലുവ.